അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ. വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളും മികച്ച കലാപരിപാടികളും കൊണ്ട് ഫൊക്കാന ടെക്സസ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം വേറിട്ടതായി. ടെക്സസ് റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വർണ്ണാഭമായ ഒരു റീജിയണൽ ഉദ്ഘാടനം നടക്കുന്നത്. ഈ റീജിയന്റെ സൗഹൃദ കൂട്ടായ്മയുടെ ഏറ്റവും മികച്ച വേദി ഒരുക്കാൻ ഫാൻസിമോൾ പള്ളാത്തുമടത്തിനും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു. ഷുഗർലാൻഡിലുള്ള ഇന്ത്യൻ സമ്മർ റെസ്റ്റോറന്റിന്റെ മനോഹരമായ ഓഡിറ്റോറിയത്തിലായിരുന്നു അത്യന്തം ഹൃദ്യമായ ഈ പരിപാടി നടന്നത്. ഷുഗർലാൻഡിലുള്ള ഇന്ത്യൻ സമ്മർ റെസ്റ്റോറൻറ്റിൽ മനോഹരമായ ഓഡിറ്റോറിയത്തിലായിരുന്നു അത്യന്തം ഹൃദ്യമായ ഈ പരിപാടി. 200-ലധികം പേർ പങ്കെടുത്ത ഈ പരിപാടിയിൽ ചെണ്ടമേളത്തോടെയാണ് അതിഥികളെ വരവേറ്റത്. സാബു തിരുവല്ലയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച മീറ്റിംഗ് റീജിയണൽ കൾച്ചറൽ കോർഡിനേറ്റർ ബിനോയ് കുര്യൻ ആമുഖ പ്രസംഗം നടത്തുകയും റീജിയണൽ കോർഡിനേറ്റർ ജോജി ജോസഫ് ഏവർക്കും സ്വാഗതം രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യക്ഷ പ്രസംഗം നടത്തിയ റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടം ഐക്യം സമൂഹത്തിന് മാത്രമല്ല ഓരോ സംഘടനയ്ക്കും ആവശ്യമാണെന്ന് എടുത്തുകാട്ടിക്കൊണ്ടായിരുന്നു പ്രസംഗം ആരംഭിച്ചത്. വിളക്കുകൾ കത്തിച്ച് ആരും അത് മറച്ചു വെക്കാറില്ല. വിളക്ക് വെളിച്ചമാണ്. വിളക്ക് തെളിയിക്കുന്നത് അന്ധകാരം നീക്കി പ്രകാശം കൊണ്ടുവരാൻ വേണ്ടിയാണ്. വെളിച്ചം കാണുമ്പോൾ നമ്മിലുള്ള അന്ധകാരം അകലുന്നു, മനസ്സിൽ പ്രകാശം പരക്കുന്നു. അതുപോലെ തന്നെയാവണം സംഘടനകളും. അവ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം പ്രവർത്തിക്കുവാൻ. ഇന്നലകളെ ഓർത്ത് വിഷമിക്കാതെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റുമോ, നാളെ എന്ത് ചെയ്യുവാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ഓരോ ദിവസവും നല്ലതാക്കി മാറ്റി അങ്ങനെ ഓരോ ദിവസവും ഓരോ വർഷവും നല്ലതായി സമൂഹത്തിനും രാജ്യത്തിനും നല്ല പ്രവർത്തികൾ ചെയ്ത് നല്ല പൗരന്മാരാവാം നമുക്ക് ശ്രമിക്കാം. റീജിയന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ സഹായിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു ഫാൻസിമോൾ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ജഡ്ജ് പി ജോർജ്, മേയർ കെൻ മാത്യു, റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടം, മുൻ ഫൊക്കാന പ്രസിഡന്റ് ജി കെ പിള്ള, ഫൊക്കാനയുടെ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി അപ്പക്കുട്ടൻ പിള്ള, ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസ്, വിമൻസ് ഫോറം വൈസ് ചെയർ ഷീല ചെറു, പൊന്നു പിള്ള, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയുടെ പ്രസംഗം സംഘടനയുടെ പ്രവർത്തന രൂപരേഖ വരച്ചു കാട്ടുന്നതായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രസംഗം. നിങ്ങൾക്ക് ഈ ലോകത്തെപ്പറ്റി മുഴുവൻ ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെപ്പറ്റി ചിന്തിക്കൂ. രാജ്യത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാനത്തെപ്പറ്റി ചിന്തിക്കൂ. അതിനും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയെ പറ്റിയെങ്കിലും ചിന്തിക്കൂ. അതിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചിന്തിക്കൂ. അതിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കൂ. ഫൊക്കാനയിൽ നല്ലൊരു ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ ആകുമ്പോൾ ചിലർ ജയിക്കും, ചിലർ തോൽക്കും. അതൊന്നും വലിയ കാര്യമല്ല. അതൊക്കെ അവിടെ തീർന്നു. അതിനുശേഷം ഒറ്റ കുടുംബം എന്ന ആശയത്തിൽ അടിയുറച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഫൊക്കാന ജൈത്രയാത്ര തുടരുന്നു. 20ാമത്തെ ടീമിനെ ലീഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനു മുമ്പ് ഇതിലൂടെ കടന്നുപോയ 20 ടീം ലീഡേഴ്സിനെ ഓർക്കുന്നു, അവരെ നമിക്കുന്നു. അതിൽ നമ്മോടൊപ്പം ഇന്നിവിടെയുള്ള ശ്രീ ജി കെ പിള്ളയും ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇന്ന് ഈ കാണുന്ന ഫൊക്കാന. കഴിഞ്ഞ 41 വർഷമായി ജനഹൃദയങ്ങളിൽ ഫൊക്കാനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ശേഷവും അതുണ്ടാവും. ഡ്രീം ടീം 22 പദ്ധതികളുമായി വന്നു. അതിൻ്റെ എണ്ണം കൂടുന്നു. അതുപോലെ 200ഓളം വനിതാ ലീഡേഴ്സിൻ്റെ ഒരു ടീമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾ വരാതിരുന്ന സ്ഥാനത്ത് ഇന്ന് 74 യൂത്ത് ലീഡേഴ്സിൻ്റെ ടീമുകളാണുള്ളത്. ഇപ്പോൾ നമുക്ക് ലീഗൽ ടീമുണ്ട്. ഇനി ഫൊക്കാനയ്ക്കെതിരെ ഒരു കേസ് വന്നാലും ആർക്കെങ്കിലുമെതിരെ കേസ് കൊടുക്കേണ്ടി വന്നാലും നമ്മൾ പുറകോട്ട് പോകില്ല. ന്യായത്തിൻ്റെ കൂടെയാണെങ്കിൽ അതിന് നമ്മുടെ പിന്തുണയുണ്ടായിരിക്കും. അതിനുള്ള ലീഗൽ ടീം ഫൊക്കാനയ്ക്കുണ്ട്. കാരണം ചില കാര്യങ്ങൾ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. അതിന് ഈ ടീമിനോ ഇനി വരാൻ പോകുന്ന ടീമിനോ ഉണ്ടാകാൻ അനുവദിക്കില്ല. ഫൊക്കാന ഒന്നേ ഉള്ളൂ. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പുറത്തു നിർത്തണമെന്ന് സജിമോൻ വ്യക്തമാക്കി. ജഡ്ജ് കെ പി ജോർജ് തന്റെ സന്ദേശത്തിൽ നേട്ടങ്ങളിലേക്കുള്ള പ്രയാണത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറയുകയുണ്ടായി. വ്യക്തിത്വത്തിന്റെ പ്രകാശനമാണ് പെരുമാറ്റം. വേഷത്തിനും ഭാഷയ്ക്കുമൊക്കെ ഉയരെയാണ് അതിൻ്റെ സ്ഥാനം. പെരുമാറ്റം മോശമായാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? കഴിവോ കുലമോ സൗന്ദര്യമോ അധികാരമോ ഒന്നും അതിന് പകരമാവില്ല. ഉന്നതമായ മാനുഷിക ഗുണം എന്നതുപോലെ തന്നെ നല്ല പെരുമാറ്റം ഒരു സാമൂഹിക ബാധ്യത കൂടിയാണ്. കാരണം സഹജീവികളോടുള്ള നമ്മുടെ എല്ലാ ഇടപെടലുകളുടെയും ആകെ തുകയാണ് പെരുമാറ്റം, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മേയർ കെൻ മാത്യു തൻ്റെ പ്രസംഗത്തിൽ കാരുണ്യത്തിൻ്റെ കരസ്പർശം നൽകുന്ന ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഏറെയുണ്ട്. മനുഷ്യന് സഹജീവികളോടുള്ള കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഉദാത്ത സേവനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാനാകില്ല. സമൂഹത്തിൽ
കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ ഏറെ നല്ലതാണെന്നും മേയർ കെൻ മാത്യു അഭിപ്രായപ്പെട്ടു. ആശംസ അർപ്പിച്ച മുൻ പ്രസിഡന്റ് GK പിള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഫൊക്കാന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ നല്ലതാണെന്നും അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന സജിമോൻ ശ്രീകുമാർ ടീമിനെ അദ്ദേഹം അഭിനന്ദിച്ചു. അദ്ദേഹം സമൂഹത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ഫൊക്കാന അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. ട്രഷറർ ജോയി ചാക്കപ്പൻ ഫൊക്കാനയുടെ കണക്കുകൾ സുതാര്യമായിരിക്കുമെന്നും കേരള കൺവെൻഷനെ പറ്റിയും വിശദീകരിച്ച് സംസാരിച്ചു. ഫൊക്കാന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് ഫൊക്കാനയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായി സംസാരിച്ചു. ഇത്തരമൊരു സംഗമം ടെക്സസിൽ ആദ്യമാണെന്ന് ഫൊക്കാന അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളയും അഭിപ്രായപ്പെട്ടു. ട്രസ്റ്റി ബോർഡ് മെമ്പർ തോമസ് ഫൊക്കാനയിൽ ഇന്നലെ കടന്നുവന്ന 2-3 പേർ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി ചിലർ ശ്രമിക്കുന്നുണ്ട്. സംഘടന തുടങ്ങിയപ്പോൾ മുതലുള്ള എന്നെപ്പോലെയുള്ളവർ ഇന്നും ഫൊക്കാനയിൽ ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർട്ടിൻ ജോൺ, ജോജി ജോസഫ്, ജെയിംസ് കൂടൽ, ജോസഫ് ഓലീക്കൽ, റെയ്ന സുനിൽ, ഷീല ചെറു, ഡോക്ടർ ജോർജ് കാക്കനാട്ട്, ജീമോൻ റാന്നി, മാത്യു വൈരമൻ, പൊന്നൂപിള്ള, ജോർജ് ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ഫാൻസിമോൾ പള്ളാത്തുമടത്തിന് ഫൊക്കാനയുടെ പ്രശംസയായി ഷാൾ പുതപ്പിച്ച് ആദരിക്കുകയും ചെയ്തു. റീജിയണൽ കൾച്ചറൽ കോർഡിനേറ്റർ ബിനോയ് കുര്യൻ, റീജിയണൽ കോർഡിനേറ്റർ ജോജി ജോസഫ് എന്നിവർ MC-മാരായി പ്രവർത്തിച്ചു. സജി സൈമൺ ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ഫോർമർ മാക് പ്രസിഡന്റ് മാർട്ടിൻ ജോണിനെയും ഫൊക്കാനയുടെ ആദ്യകാലം മുതലുള്ള നേതാവ് പൊന്നൂപിള്ളയെയും ഫൊക്കാന ആദരിക്കുകയുണ്ടായി. നിമ്മി സൈമൺ, നിസ ചാക്കോ എന്നിവരുടെ ഡാൻസുകൾ ഏവരുടെയും മനം കവർന്നു. സാബു തിരുവല്ലയുടെ ഗാനങ്ങളും മിമിക്രിയും വേറിട്ടതായി. വാവച്ചന്റെ ഗാനങ്ങളും ഹൃദയഹാരിയായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നൃത്തവർഷിണി പുരസ്കാര ജേത്രിയായ നിമ്മി റോസ്ദാസ് ശിക്ഷണം നൽകുന്ന ഭരതം ഡാൻസ് അക്കാദമിയുടെ രജത ജൂബിലി ആഘോഷത്തിൽ സമാഹരിച്ച വയനാട് പ്രകൃതി ദുരന്ത സമാശ്വാസ തുക ഓർമ്മ ഇന്റർനാഷണലിലൂടെ വയനാട്ടിൽ ലഭിക്കുന്നതിന് കൈമാറി. ഓർമ്മ ഇന്റർനാഷണൽ ഭാരവാഹികൾ ഭരതം ഡാൻസ് അക്കാദമിയുടെ മാതൃകാ ജീവകാരുണ്യ സേവനത്തിന് നന്ദി പറഞ്ഞു. ചെയർമാൻ ജോസ് ആറ്റുപുരം, പ്രസിഡന്റ് ജോർജ് നടവേൽ, ട്രഷറർ റോഷിൻ ബ്ലാമൂട്ടിൽ, ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർ ജോസ് തോമസ്, ഫിനാൻസ് ഓഫീസർ സജി സെബാസ്റ്റ്യൻ, ഫിലാഡൽഫിയ ചാപ്റ്റർ ജോയിന്റ് സെക്രട്ടറി സെബാസ്റ്റ്യൻ സ്റ്റീഫൻ, ആലീസ് ജോസ്, സ്വപ്ന സജി എന്നിവർ സംസാരിച്ചു. പ്രകൃതി ദുരന്ത ബാധിതർക്ക് സഹായം നൽകുന്നതിനുള്ള ഭരതം ഡാൻസ് അക്കാദമിയുടെ ജീവകാരുണ്യ നിലപാടിനെയും അവരുടെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നതായി ഓർമ്മ ഇന്റർനാഷണലിന്റെ ഇന്ത്യ പ്രൊവിൻസ് പ്രസിഡന്റ് KJ ജോസഫ് മാസ്റ്ററും സെക്രട്ടറി ഷീജ KPയും പ്രവർത്തകരും ആശംസാപൂർവ്വം നന്ദിയോടെ വയനാട്ടിൽ നിന്നും വീഡിയോ കോൺഫറൻസിൽ അറിയിച്ചു. മുൻ വർഷങ്ങളിൽ ക്യാൻസർ ബാധിത അശരണർക്ക് സ്വാന്തനം പകരുവാൻ ഭരതം ഡാൻസ് അക്കാദമി ധനസഹായം നൽകിയിരുന്ന വസ്തുത അവർ ഓർമ്മിപ്പിച്ച് സംസാരിച്ചു. നിമ്മി റോസ്ദാസ് കൊച്ചിൻ കോളേജിൽ കോളേജ് യൂണിയൻ ആർട്സ് വിഭാഗം സെക്രട്ടറിയായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ധനശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും, ഫിലാഡൽഫിയയിലെ കോളേജിൽ നിന്നും ഫിസിയോതെറാപ്പിയിൽ ബിരുദവും, നഴ്സിംഗിൽ മാസ്റ്റേഴ്സും നേടി. ഗുരു വിജയലക്ഷ്മിയുടെ ശിക്ഷണത്തിൽ ഭരതനാട്യവും കുച്ചുപ്പിടിയും മോഹിനിയാട്ടവും അഭ്യസിച്ചു. ചിത്രരചനയിലും പെയിന്റിങ്ങിലും മികവ് പുലർത്തുന്ന ചിത്രകാരി എന്ന നിലയിലും പ്രശസ്തയാണ് നിമ്മി. ഫിലാഡൽഫിയയിലെ പേരെടുത്ത യൂണിവേഴ്സിറ്റിയിലെ നഴ്സ് എഡ്യൂക്കേറ്ററും പ്രശസ്ത ഹോസ്പിറ്റലിൽ നഴ്സ് മാനേജരുമാണ്. നൃത്തവിദ്യാദാനത്തിലൂടെ വിവിധ ഇന്ത്യൻ ഭാഷകളുടെയും സംസ്കാര രീതികളുടെയും പാഠങ്ങൾ അനേകം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ ജനറൽ ബോഡി യോഗം ഡിസംബർ 8 ഞായറാഴ്ച ഡാളസ് കേരള അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് ഷിബു എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി ജേക്കബ് സൈമൺ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും മുൻ യോഗ തീരുമാനങ്ങൾ അവലോകനം ചെയ്യുകയും അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികളോടെ റിപ്പോർട്ട് പാസ്സാക്കണമെന്ന് രമണി കുമാർ നിർദ്ദേശിക്കുകയും PC മാത്യു പിന്താങ്ങുകയും ചെയ്തു. അർദ്ധവാർഷിക കണക്കുകൾ ട്രഷറർ ടോമി നെല്ലുവേലിൽ പ്രവർത്തന ബാലൻസ് സഹിതം അവതരിപ്പിച്ചു. സെക്രട്ടറി ജേക്കബ് സൈമൺ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും മുൻ യോഗ തീരുമാനങ്ങൾ അവലോകനം ചെയ്യുകയും അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികളോടെ റിപ്പോർട്ട് പാസ്സാക്കണമെന്ന് രമണി കുമാർ നിർദ്ദേശിക്കുകയും PC മാത്യു പിന്താങ്ങുകയും ചെയ്തു. അർദ്ധവാർഷിക കണക്കുകൾ ട്രഷറർ ടോമി നെല്ലുവേലിൽ പ്രവർത്തന ബാലൻസ് സഹിതം അവതരിപ്പിച്ചു.
പുരുഷന്മാരുടെ റെസ്റ്റ് റൂം പദ്ധതി രണ്ടാം പദത്തിന്റെ തുടക്കത്തിൽ പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയ നെബു കുര്യാക്കോസിനെ യോഗം അനുമോദിച്ചു. നിലവിലെ പ്രസിഡന്റ് ഷിബു എബ്രഹാമിനെ എക്സ് ഒഫീഷ്യലായി തിരഞ്ഞെടുക്കാൻ ജനറൽ ബോഡി ഐക്യകണ്ഠേന തീരുമാനിച്ചു. 2025-26 പുതിയ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ തിരഞ്ഞെടുപ്പ് നടത്തി. മുൻ പ്രസിഡന്റ് ഷിബു എബ്രഹാം, ജേക്കബ് സൈമൺ, സിജു വി ജോർജ്, മാത്യു നൈനാൻ, ടോമി നെല്ലുവേലിൽ, നെബു കുര്യാക്കോസ്, പി.ടി. സെബാസ്റ്റ്യൻ, റോയ് കൊടുവത്ത്, തോമസ് ഈശോ, ഷിബു ജെയിംസ് എന്നിവരെ പൊതുയോഗം തിരഞ്ഞെടുത്തു. യോഗം വൈകിട്ട് 7 മണിക്ക് അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് നിയമിതനാകും. മേലെ കുരിശ് ദയാറയിൽ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാർക്കിയാർക്കിസ് ബാവ നടത്തിയ പ്രസംഗത്തിലാണ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. നിലവിൽ മലങ്കര മെത്രാപ്പൊലിത്തയാണ് മാർ ഗ്രിഗോറിയോസ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ പിന്നീട് നടത്തും. സഭാസമിതികൾ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനുണ്ടാകും. മേലെക്കുരിശ് ദയാറയിൽ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ നടത്തിയ പ്രസംഗത്തിലാണ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. നിലവിൽ മലങ്കര മെത്രാപ്പൊലിത്തയാണ് മാർ ഗ്രിഗോറിയോസ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ പിന്നീട് നടത്തും. സഭാസമിതികൾ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഉടനുണ്ടാകും. ഏറെ വെല്ലുവിളികളുള്ള കാലത്താണ് ഈ നിയോഗം, പാത്രിയാർക്കിസ് ബാവ പ്രസംഗത്തിൽ പറഞ്ഞു. ശ്രേഷ്ഠ ബെസിലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ വിൽപത്രത്തിൽ തന്റെ പിൻഗാമിയായി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കൊല്ലം കാനറ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഫോമ വിമൻസ് ഫോറം 2024-26 ആദ്യ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതായി ചെയർപേഴ്സൺ സ്മിത നോബൽ അറിയിച്ചു. ഉന്നതി എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം കുളത്തൂപ്പുഴ മേഖലയിലെ ആദിവാസി സമൂഹത്തിനു വേണ്ടി ബാംബു ക്രാഫ്റ്റ് ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. മുള ഉപയോഗിച്ച് പാത്രങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാനുള്ള പരിശീലനം പൂർത്തിയാക്കുകയും തുടർന്നുള്ള പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്ത 33 യുവാക്കൾക്ക് ഡിസംബർ 6 കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഉന്നതി എന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം കുളത്തൂപ്പുഴ മേഖലയിലെ ആദിവാസി സമൂഹത്തിനു വേണ്ടി ബാംബു ക്രാഫ്റ്റ് ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. മുള ഉപയോഗിച്ച് പാത്രങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാനുള്ള പരിശീലനം പൂർത്തിയാക്കുകയും തുടർന്നുള്ള പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്ത 33 യുവാക്കൾക്ക് ഡിസംബർ 6 കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കളക്ടർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഓരോരുത്തർക്കും 5000 രൂപ വില വരുന്ന ടൂൾ കിറ്റും നൽകി. ഇതിനായുള്ള തുകയാണ് ഫോമ വിമൻസ് ഫോറം കൈമാറിയത്. ന്യൂയോർക്കിലുള്ള ജൂലി ബിനോയ് വഴിയാണ് ആദിവാസികൾക്ക് ടൂൾ കിറ്റ് വിതരണം ചെയ്യാൻ പണം ആവശ്യമുണ്ടെന്നറിഞ്ഞത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പണം സമാഹരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ടീമിലെ ആദ്യത്തെ ചാരിറ്റി പ്രവർത്തനമാണിത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ബന്ധപ്പെട്ടപ്പോൾ വളരെ നല്ല പ്രോത്സാഹനവും പൂർണ്ണ പിന്തുണയും ലഭിച്ചു. ഫോമ ജോയിന്റ് ട്രഷറർ അനുപമ വിമൻസ് ഫോറത്തിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ഇടയിലൊരു ലൈസൺ പേഴ്സണായുണ്ട്. ഭരണസമിതിയുടെ ആത്മാർത്ഥത കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രേരണയും ഊർജവും നൽകുകയാണ്. വിജി എബ്രഹാം, ബിനോയ് തോമസ്, ജിഷോ തോമസ്, ലിസ് പൗലോസ്, ഷെറിൽ കൊച്ചുമ്മൻ എന്നീ സ്പോൺസർമാരോടും ഈ പദ്ധതിക്കൊപ്പം നിന്നതിൽ അകമഴിഞ്ഞ നന്ദിയുണ്ട്, സ്മിത നോബിൾ പറഞ്ഞു. ചെയർപേഴ്സൺ സ്മിത നോബിൾ, സെക്രട്ടറി ആശ മാത്യു, ട്രഷറർ ജൂലി ബിനോയ്, വൈസ് ചെയർപേഴ്സൺ ഗ്രേസി ജെയിംസ്, ജോയിന്റ് സെക്രട്ടറിമാരായ വിഷിൻ ജോ, സ്വപ്ന സജി സെബാസ്റ്റ്യൻ, ജോയിന്റ് ട്രഷറർ മഞ്ജു പിള്ള എന്നിവരടങ്ങുന്ന ഊർജ്ജസ്വലമായ വിമൻസ് ഫോറം ടീമിന് എല്ലാവിധ പിന്തുണയുമായി പ്രസിഡന്റ് ബേബി മണക്കുന്നിൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പൊന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവരുൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിലാരംഭരായ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തി അവിടുത്തെ അന്തേവാസികളുടെ സ്വയം തൊഴിൽ പര്യാപ്തിക്കുള്ള പദ്ധതികളും വിമൻസ് ഫോറത്തിൻ്റെ പരിഗണനയിലുണ്ട്. ആദ്യമായി വനിതകൾക്ക് മാത്രമായി ഒരു സബ്മിറ്റ് 2025 അവസാന പദത്തിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. തയ്യൽ മെഷീൻ വിതരണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിന് ധനസഹായം എന്നിങ്ങനെ നിരവധി പ്രൊജക്റ്റുകളുടെ പണിപ്പുരയിലാണ് വിമൻസ് ഫോറം പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിനു മുൻപേ പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. മാർത്തോമ സഭയുടെ നോർത്ത് അമേരിക്ക ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഹെവൻലി ട്രംപറ്റ് എന്ന ക്രിസ്തുമസ് മ്യൂസിക്കൽ പ്രോഗ്രാം വേറിട്ട അനുഭവമായി. ടൊറന്റോ ആർച്ച് ബിഷപ്പ് ഫ്രാങ്ക് ലിയോ കർദിനാളായി സ്ഥാനമേറ്റു.
അരനൂറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന ന്യൂയോർക്കിലെ ഏറ്റവും പുരാതന സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് അതിൻ്റെ 52ാമത് കുടുംബ സംഗമവും വാർഷിക ഡിന്നറും അതിവിപുലമായി നടത്തിയത് ഏവർക്കും അവിസ്മരണീയമായി. മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയയുടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഗംഭീര വിജയമായി. ഒരുമയുടെ സന്തോഷം പങ്കിട്ട് ഹ്യൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോട്ടയം ക്ലബ് ഫാമിലി നൈറ്റ് ആഘോഷിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായി ഡാളസ് സെയിന്റ് പോൾസ് മാർത്തോമ ചർച്ച്, ജ്ഞാനായ കാത്തലിക് റീജിയന്റെ നേതൃത്വത്തിൽ വിവാഹ ഒരുക്ക പ്രീ മാരേജ് കോഴ്സ് 3 ദിവസങ്ങളിലായി ബെൻസൺവിൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ നടന്നു. കാനഡയിലെ ആൽബർട്ടയിൽ എഡ്മണ്ടൺ ആസ്ഥാനമായുള്ള നോർത്തേൺ ആൽബർട്ട മലയാളി ഹിന്ദു അസോസിയേഷൻ 2024 പ്രത്യേക വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ, നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാൻ ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.